വളരെ രഹസ്യമായി എങ്ങനെയാണ് ചൈനയ്ക്ക് ആണവ ആയുധ പരീക്ഷണം നടത്താൻ സാധിച്ചത്? ഇന്ന് വിവിധ രാജ്യങ്ങൾ ഇതിപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ആണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, 2020 ഇന്ത്യൻ പട്ടാളവും ചൈനീസ് പട്ടാളവും ഗാൽവാൻ താഴ്വരയിൽ ഏറ്റുമുട്ടൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഏതാണ്ട് ആ ഒരു ഏറ്റുമുട്ടലിന് ഒരാഴ്ച ശേഷമാണ് ചൈന ഇത്തരത്തിലുള്ളൊരു ആണവ പരീക്ഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അമേരിക്ക ആരോപിക്കുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് പിന്നിൽ? ഇതെന്താണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്, ഇത് വാസ്തവമാണെങ്കിൽ? 2020 ജൂൺ 22-ന് കൃത്യമായിട്ട് അന്നേ ദിവസം ചൈന ഒരു ആണവ പരീക്ഷണം നടത്തിയതായിട്ട് ഉള്ള വാർത്തയാണ് അമേരിക്ക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടത്. ഇത് ഒരു ഒരു തരത്തിലൊരു ഞെട്ടിപ്പിക്കുന്ന വിവരമായിരുന്നു. കാരണം 2020 ഗാൽവനിലും, അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ 4 പോയിന്റുകളിലായിട്ട് ചൈനീസ് പട്ടാളം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി. ആ സമയത്ത് ആ ഒരു സമയത്ത് തന്നെ ആണ് 2020 ജൂൺ 20 അടുപ്പിച്ച് തന്നെ 15-നാണ് ആദ്യത്തെ ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ സംഘർഷം ഉണ്ടാകുന്നത്. അപ്പോൾ പലരും അതിൻ്റെ തുടർ ദിവസങ്ങളിലും അവിടെ സംഘർഷമായിരുന്നു. ഈ സമയത്ത് തന്നെ ആണ് ചൈന ആണവ പരീക്ഷണം നടത്തിയത്. എന്താണ് ഇതിൻ്റെ പ്രസക്തി? എന്തുകൊണ്ടാണ് അമേരിക്ക അന്ന് മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്? അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ പൊതുവെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിരോധ വിദഗ്ധരാവട്ടെ, നയതന്ത്ര വിദഗ്ധരാകട്ടെ, ഇവരൊക്കെ തന്നെ മാധ്യമങ്ങളാവട്ടെ ഒക്കെ വിശകലനത്തിൽ സൂചിപ്പിക്കുന്നത് ശരിക്കും ഈ ആണവ പരീക്ഷണത്തിൽ നിന്നും ലോകത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയായിരുന്നു ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷമുണ്ടാക്കിയത്. പക്ഷേ ചൈന പ്രതീക്ഷിച്ചതുപോലെ അല്ല അവിടെ കാര്യങ്ങൾ നീങ്ങിയത്. ചൈന വിചാരിച്ചത് ഒരുപക്ഷെ ഇന്ത്യയുമായിട്ടുള്ള സാധാരണ രീതിയിലുള്ള ഒരു ചെറിയ സംഘർഷവും ഉന്തും തള്ളും ആ രീതിയിലേക്ക് പോകുന്നു. ഇത്രയധികം മരണങ്ങൾ ഉണ്ടാകും എന്ന് ചൈന പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ത്യയുടെ ഒരു ശക്തമായ പ്രതിരോധം ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ സംഭവം നടക്കുമ്പോൾ ജൂൺ 22 ലോപ്നോർ എന്ന് പറയുന്ന സിൻജിയാങ് പ്രോവിൻസിലെ അവരുടെ ടെസ്റ്റ് സൈറ്റ് ഉണ്ട്. ഇപ്പൊ അമേരിക്കയുടെ ന്യൂക്ലിയർ ടെസ്റ്റ് നടക്കുന്നതൊക്കെ നവാദ എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലാണെങ്കിൽ രാജസ്ഥാനിലെ പൊക്രാനിലാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത്. അതുപോലെ ചൈനയുടെ ഇതൊരു മരുഭൂമിയാണ് സിൻജിയാങ്ങിലെ ലോപ്നോർ. ആ ലോപ്നോറിന്റെ നൂറിൽ വെച്ചാണ് ഈ പരീക്ഷണം നടന്നത്. ഇത് അമേരിക്കയുടെ സിസ്മോഗ്രാഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ മാത്രമല്ല, അവര് ഈ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനമുണ്ട്. അവരുടെ സിസ്മോഗ്രാഫിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവരിത് എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല എന്നൊരു വളരെ പ്രസക്തമായ ചോദ്യം ഇവിടെയുണ്ട്. അതിൻ്റെ നല്ല അർത്ഥത്തിലുള്ള മറുപടി ആണെങ്കിൽ, ഈ ഒരു സംഭവം ആ സമയത്ത് പുറത്തുവിട്ടാൽ അത് ഇന്ത്യയിൽ കുറച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കും. അങ്ങനെ പരിഭ്രാന്തി സൃഷ്ടിച്ചാൽ ഇന്ത്യൻ സൈന്യം ചൈനീസ് സൈന്യവുമായിട്ട് വലിയ സംഘർഷത്തിലേക്ക് പോകും. ഒരുപക്ഷെ അങ്ങനെ അതായത് ചൈന ഒരു അണ്വായുധ പരീക്ഷണം നടത്തുകയും ഇന്ത്യക്ക് നേരെ അണ്വായുധ ആക്രമണം നടത്താൻ ഒരുങ്ങുകയും ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടാൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന സംഘർഷം പോലല്ല ചൈനയും ഇന്ത്യയും തമ്മിൽ സംഘർഷം നടന്നാൽ. അപ്പോൾ അത് ഒരു 2 മഹാശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അത് ഒരു കാരണവശാലും ലോകത്തിന് നല്ലതായിരിക്കില്ല എന്നുള്ള, അതുകൊണ്ട് തൽക്കാലം അത് പുറത്തുവിടണ്ട എന്നുള്ള സതുദ്ദേശത്തിലാവാം ഒന്നുകിൽ അന്ന് ആ വിവരം പുറത്തുവിടാതിരുന്നു. ഇനി അതല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഇപ്പൊ പുറത്തുവിട്ടതിന്റെ കാരണം? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പൊ എന്താ എന്ന് ചോദിച്ചാൽ, ഇപ്പോ കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് ഈ നമ്മുടെ ജനറൽ നരാവണെ അന്ന് ഇപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതി അതിൽ അദ്ദേഹം മോദിയെ പരാമർശിക്കുന്നു, മോദിയെ വിമർശിക്കാനായിട്ട് അത് പലരും ഉപയോഗിക്കുന്നു, വ്യാഖ്യാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മറ്റൊരു കാര്യം പുറത്തു വന്നിരുന്നു. അതായത് ഈ സമയത്ത് തന്നെ ചൈനീസ് പട്ടാളത്തിൻ്റെ ഒരു പടയൊരുക്കം, ചൈനീസ് പട്ടാള നീക്കം അമേരിക്ക കൃത്യമായിട്ട് ഇന്ത്യയെ അറിയിച്ചിരുന്നു. നമ്മൾ തന്നെ അത് റിപ്പോർട്ട് നമ്മുടെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ്. 3 തവണ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അമേരിക്കയുടെ സന്ദേശം എത്തിയിരുന്നു.
പക്ഷേ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലല്ല. അപ്പോൾ അവര് ഈ ഇൻഫർമേഷൻ ഒരു 3-4 ദിവസം അത് അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും ഉൾക്കൊള്ളാതിരുന്നിട്ട് പിന്നീടാണ് അത് പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറുന്നതും. അതുപോലെ പ്രതിരോധ മന്ത്രാലയത്തിലെ ആൾക്കാരും അത് ഇതുപോലെ അതിലടയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അമേരിക്ക അന്നേ ഇത് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതാദ്യമായിട്ടല്ല, ആണവ പരീക്ഷണത്തിന്റെ കാര്യം പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അമേരിക്ക കൃത്യമായിട്ട് ഈ സംഘർഷം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ചാരോപഗ്രഹങ്ങൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വെളിവരുന്ന ഒരു വിവരം. അപ്പോൾ അമേരിക്ക ഇപ്പോഴെന്തുകൊണ്ടത് ഈ വിവരം പുറത്തുവിട്ടു എന്ന് ചോദിച്ചാൽ, അമേരിക്ക ഇപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കച്ചവട മേഖലയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന അധിക നികുതിയും അതുപോലെ പിഴച്ചുങ്കവും ഒക്കെ തന്നെ പിൻവലിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും, ഞങ്ങളോടൊപ്പം നിന്നാൽ നിങ്ങൾക്ക് പങ്കുവെക്കാനായിട്ട് ഞങ്ങളുടെ കൈവശം തന്ത്രപ്രധാനമായ ഒരുപാട് വിവരങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരു പ്രലോഭനം ഇന്ത്യക്ക് നൽകുന്നതാവാം ഒരു ഭാഗത്ത്. അതൊരു ഭാഗത്ത്. രണ്ടാമത്, ചൈനയിൽ ഇപ്പോൾ വലിയ ഒരു തർക്കം, അവിടെ ഒരു ചൈനീസ് മിലിറ്ററി, അതായത് പീപ്പിൾസ് ലിബറേഷൻ ഓഫ് ആർമിയിലെ വലിയ സ്ഥാനചലനങ്ങളും വലിയ ശുദ്ധീകരണവും പ്രസിഡന്റ് സി ജിൻപിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ എന്ന് പറയുന്ന പരമാധികാര ഒരു ബോഡിയുണ്ട്. അവരാണ് ചൈനയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സൈനിക ഒരു സംഘടന, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനം. ആ സെൻട്രൽ മിലിറ്ററി കമ്മീഷനിലെ ഏറ്റവും പ്രധാനികളായ 2 പേരെ സി ജിൻപിങ് പുറത്താക്കി ഈ കഴിഞ്ഞ ദിവസങ്ങൾ. അത് ഴാങ് യോക്സിയ എന്ന സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ മെമ്പർ, അദ്ദേഹം ചൈനയുടെ ഒരു ജനറലാണ്. അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ഇല്ലാതെ എത്ര കാലം അദ്ദേഹത്തിന് ഓഫീസിൽ വരാൻ കഴിയുമോ അത്രയും കാലം സെർവ് ചെയ്യാൻ അനുവാദമുള്ള ജനറലാണ്. അതുപോലെ ലിയു സെനിൽ, അദ്ദേഹം ചീഫ് ഓഫ് സ്റ്റാഫാണ്, ചീഫ് ഓഫ് ജോയിന്റ് സ്റ്റാഫാണ്. ഇവരെ ഈ കഴിഞ്ഞ ദിവസം പുറത്താക്കി. അപ്പോൾ ഇവരെ പുറത്താക്കാനുള്ള കാരണം ചില തന്ത്രപ്രധാന വിവരങ്ങൾ ചോർന്നുപോയി അങ്ങനെയൊക്കെ ആരോപിച്ചിട്ടാണ്. ഒരുപക്ഷെ ഈ ആണവ പരീക്ഷണത്തിന്റെ വിവരം ചോർന്നത് അവരാണെന്ന് അവരുടെ തലയിൽ ആ കുറ്റം കെട്ടിവെച്ചതായിരിക്കും. എന്തായാലും ശരി, ചൈനീസ് പട്ടാളത്തിൽ പീപ്പിൾസ് ലിബറേഷൻ ഓഫ് ആർമി എയർഫോഴ്സിലെ PLAN എന്ന് പറയുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയിലെ ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളിലും അസ്വസ്ഥത പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക ഈ വിവരം പുറത്തുവിട്ടതിൽ ഇതിൽ അമേരിക്കയ്ക്ക് എന്തോ ഒരു തന്ത്രം അമേരിക്ക അവിടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അവിടെ ചൈനയുടെ സൈനിക മേധാവികൾക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം ഒന്ന്. 2, ചൈനയെ ഒരു ഡീസ്റ്റെബിലൈസിങ് ഫോഴ്സായിട്ട് ലോകത്തിനെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ശക്തിയായിട്ട് ചൈനയെ ലോകത്തിന് മുന്നിൽ ചിത്രീകരിക്കുകയും കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റിയിൽ ഒപ്പിട്ട ചൈന അമേരിക്കയും റഷ്യയും എല്ലാം തന്നെ കബളിപ്പിച്ചുകൊണ്ട് ചൈന ഈ പരീക്ഷണം നടത്തി എന്നുള്ളത് ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചൈനയെ വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ് എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കും. അങ്ങനെ അമേരിക്കയ്ക്ക് പല തന്ത്രപ്രധാനമായിട്ടുള്ള ആധിപത്യങ്ങളും ചൈന എന്ന രാജ്യത്തിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരിക്കാം അമേരിക്ക നടത്തുന്നത്. മൂന്നാമത്, ക്വാഡ് എന്ന ഒരു ക്വാഡ്രിലാറ്ററൽ അലയൻസ് എന്ന സംഘടനയുണ്ടല്ലോ. അതായത് ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാന്, ഓസ്ട്രേലിയ തുടങ്ങിയവർ ഉൾക്കൊള്ളുന്ന ഈ ക്വാഡ് അലയൻസിൽ ഇപ്പം അത്ര സജീവമല്ല. പ്രത്യേകിച്ച് ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങളെ തുടർന്ന് ഇന്ത്യ ഇതിനകത്തിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഈ ക്വാഡിനെ പുനരുജ്ജീവിപ്പിക്കാനും ഇന്ത്യക്ക് ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ട്, തന്ത്രപരമായ ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട് എന്നൊക്കെ ഇന്ത്യയെ ബോധ്യപ്പെടുത്താനുള്ള മറ്റൊരു ശ്രമത്തിൻ്റെയും ക്വാഡ് പുനരുജ്ജീവിപ്പിക്കാനുള്ള അമേരിക്കയുടെ സജീവമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ മുന്നോടിയായിട്ടും ഇത്തരം ചില ഇൻഫർമേഷൻ പുറത്തുവിടുന്നതാണ്. ഇനി ഇതിനേക്കാളൊക്കെ ചൈനയെ ഒന്ന് വിരട്ടാനുള്ള മറ്റൊരു നീക്കമായിട്ടും ഇതിനെ കാണുന്നവരുണ്ട്.
അതായത് നമുക്കറിയാം ഗാൽവാനിൽ ഉണ്ടായ ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ അവിടെ വെച്ച് ഒരു 20 ഇന്ത്യയുടെ പട്ടാളക്കാരും 40ഓളം ചൈനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പാശ്ചാത്യ തിങ്ക് ടാങ്കുകൾ പറയുന്നത്. ചൈന അത് 5 പേര് മാത്രമേ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിലാണ് ചൈന പിന്നെ പറയുന്നത്. പക്ഷേ ഒരുപക്ഷെ അമേരിക്ക ചൈനയെ ഒന്ന് വിരട്ടിയതായിരിക്കാം. അതായത് ഗാൽവാനിൽ ഇത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ ഡോക്യുമെന്റ്സും ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കവും ഉണ്ട്. അവിടുന്ന് ചൈനീസ് പട്ടാളക്കാർ നീക്കം ചെയ്യുന്ന ചിത്രങ്ങൾ അമേരിക്കയുടെ കൈവശമുണ്ട് എന്ന് പറയുന്നുണ്ട്. ചില മാധ്യമങ്ങളിൽ അത് പണ്ട് തന്നെ റിപ്പോർട്ട് വന്നിരുന്നു. കാരണം നിരവധി ചൈനീസ് പട്ടാളക്കാരുടെ ശരീരങ്ങൾ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന ഫോട്ടോ അമേരിക്കയുടെ കൈവശമുണ്ട്. അമേരിക്കയുടെ ഉപഗ്രഹങ്ങൾ അത് വളരെ കൃത്യമായിട്ട് അത് പിന്നെ ആ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞങ്ങൾ ഇനി പുറത്തു വിടും, നിങ്ങൾക്ക് അത് നാണക്കേടാകും എന്ന് ചൈനയ്ക്ക് കൊടുത്ത ഒരു ഭീഷണിയാവാം ഇത് അമേരിക്കയുടെ. എന്തായാലും അമേരിക്കയ്ക്ക് വളരെ നിർണായകമായ ചില ലക്ഷ്യങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ലീക്കിലൂടെ ഉണ്ട്. ഇപ്പോഴത് പുറത്തു വിട്ടതിൻ്റെ കാരണം പിന്നെ അമേരിക്ക ബന്ധങ്ങൾ ഊഷ്മളമാകുമ്പോൾ ഇന്ത്യക്ക് ഒരുപാട് വിവരങ്ങൾ, ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ വിവരങ്ങൾ കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ മാപ്പ് അമേരിക്ക പിന്നെ കാണിച്ചപ്പോൾ അതിൽ ചൈനീസ് ഓക്യുപ്പൈഡ്, അതായത് അക്സായ് ചീനും പാകിസ്ഥാന്റെ കൈവശമുള്ള കാശ്മീരും ഇന്ത്യയുടെ ഭൂപടത്തിൽ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് അമേരിക്ക ചിത്രീകരിച്ചത്. ഇത് അമേരിക്ക സാധാരണ ചെയ്യാറില്ല. അമേരിക്ക ഒരിക്കലും ഓക്യുപ്പൈഡ് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായിട്ടല്ല ചിത്രീകരിക്കാറ്. അമേരിക്കയുടെ ഭൂപടങ്ങളിൽ അങ്ങനെ വരാറില്ല. അപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന ചില സൂചനകളാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിശ്വാസം നേടിയെടുക്കാൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളോ ഒക്കെ ആകാം ഇത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് വീണ്ടും ഫോളോ അപ്പ് ഇൻഫർമേഷൻ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് അന്താരാഷ്ട്ര തലത്തിൽ മാധ്യമങ്ങളും അതുപോലെ പ്രതിരോധ വിദഗ്ധരും ഒക്കെ പുറത്തുവിടുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന പറയുന്ന ഒരുപാട് കള്ളങ്ങൾ ഇനിയിപ്പോൾ അതിൻ്റെ പൊള്ളത്തരം അമേരിക്ക തുറന്നു കാണിക്കാൻ പോവുകയാണ് എന്നൊരു സൂചന കൂടിയാണിത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വരുന്നതനുസരിച്ച് നമുക്ക് അത്തരം വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാം.